കുറേ ദിവസത്തെ അവധിക്ക് ശേഷം ഇന്നെനിക്ക് ജോലിയുള്ളൊരു ദിവസമായിരുന്നേ. സത്യം പറഞ്ഞാൽ എനിക്ക് ജോലിക്ക് പോകാനുള്ളൊരു മൂഡൊന്നും ഇല്ലായിരുന്നു. ബർത്ത്ഡേ ആഘോഷമാണെന്നൊക്കെ പറഞ്ഞ് കുന്തളിച്ച് നടക്കുമല്ലായിരുന്നോ. എല്ലാം എന്ത് പെട്ടെന്നാ തീർന്നേ. ജോലിക്ക് കയറുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഒന്നാമത് മുടിഞ്ഞ മൈഗ്രെയിൻ, അതിൻ്റെ കൂടത്തിൽ നല്ല തിരക്കും. ജസ്റ്റ് പിക്ക് ചെയ്യാൻ വന്നപ്പോഴേ ഞാൻ പറഞ്ഞു, ജസ്റ്റ് ഈ വണ്ടി എങ്ങോട്ടെങ്കിലും ചവിട്ടി വിട്ടോ, എനിക്കൊരാനയെ തിന്നാനുള്ള വിശപ്പുണ്ടെന്ന്. അങ്ങനെ വണ്ടി നേരെ പോയി നിന്നത് നമ്മുടെ ഡെസേർട്ട് പാലസിന് മുമ്പ്. എന്നെ കണ്ടാൽ തന്നെ അറിയത്തില്ലേ, നല്ല ഗാട്ടാ ഗുസ്തി കഴിഞ്ഞ് വന്നാന്ന്. എന്താ ക്ഷീണം. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഹോസ്പിറ്റലിൽ എൻ്റെ കൂടെയുള്ള സ്റ്റാഫ് എന്നോട് പറഞ്ഞു ബർത്ത്ഡേയുടെ ട്രീറ്റ് അവർക്ക് ചെയ്യണമെന്ന്. ട്രീറ്റ് എന്ന് പറഞ്ഞത് മാത്രമേ അവർക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞങ്ങൾ പരസ്പരം പോലും കാണാൻ പറ്റാത്ത തിരക്കായിപ്പോയി. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഓർഡർ ചെയ്ത സാധനം വന്നു കേട്ടോ. ഒരവൽ മിൽക്ക്. ഒത്തിരി നാളായെന്നേ കഴിച്ചിട്ട്. നമ്മൾ ഈ വിശന്ന് പണ്ടടങ്ങിയിരിക്കുമ്പോഴേ നമുക്ക് ഷുഗറൊന്നോ മധുരമൊന്നോ ഡയറ്റൊന്നോ ഒന്നും നമ്മൾ നോക്കത്തില്ല. എന്തെങ്കിലും കഴിച്ചാൽ മതി എന്നുള്ളൊരവസ്ഥയില്ലേ, ആ അവസ്ഥയായിരുന്നു. കുറച്ച് തണുപ്പകത്ത് ചെന്നപ്പം നസ്രിയ പറഞ്ഞതുപോലെ വയറ്റിലൊരു മഞ്ഞ് കോരിയിട്ടൊരു ഫീല്. എൻ്റെ അമ്മേ, ശരിക്കും ആകെ രാവിലെ കഴിച്ചത് 2 മുട്ട. പിന്നെ ലഞ്ചിൻ്റെ ടൈം ഞാൻ പറഞ്ഞല്ലേ, മൈഗ്രെയിൻ കാരണം ഒന്നും കഴിച്ചില്ല. പിന്നെ കൂടെ കഴിക്കാൻ വന്നവരുടെ പാത്രത്തിൽ കൈയിട്ട് വാരി 2-3 സ്പൂൺ ചോറ്. അതായിരുന്നു ഇന്നത്തെ ആകെ സമ്പാദ്യം. തിരിച്ചു വന്നപ്പോൾ വഴി നിറച്ചും യോധാ മൂവിൽ ജഗതി പറയുന്ന പോലെ ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ, ഈ റോഡ് നിറച്ച് വണ്ടിയാണല്ലോ എന്ന് ഞാനും ചിന്തിച്ചു പോയി. പിന്നെ വീട്ടിൽ വന്നു, ഒന്നും നോക്കിയില്ല, കൈ കിട്ടിയത് ഏതാണ്ടൊക്കെ വലിച്ചു വാരി കഴിച്ചു. അപ്പോൾ ശരി എന്നാൽ പോയേച്ചും വരാം.